നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ, ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ചെന്മേലൈൻ ആയുർവേദ കോളേജിന് പുറകുവശം. അപ്പോൾ ഞാൻ പല എപ്പിസോഡിലും പല സോക്കേടിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ആളുകൾ എല്ലാവരും വളരെ ബ്യൂട്ടി കെയർ ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതേപ്പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ബ്യൂട്ടി കെയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ സ്കിന്നിനുണ്ടാകുന്ന പ്രോബ്ലം, അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ, ഇത് എല്ലാം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ചില ആളുകളുടെ കണ്ടില്ലേ ഈ സ്കിന്നിനുള്ള സ്ക്രാച്ചസ്, അതുപോലെ സ്കിന്നിലുള്ള ഡിസീസ്, പല സ്കിൻ ഡിസീസും വരാം. അതിൽ സോറിയാസിസ് വരാം, അതുപോലെ എക്സിമ എന്ന് പറയുന്ന സോക്കേട് വരാം. അങ്ങനെ പല സോക്കുകളും സ്കിന്നിന് വരാം. അപ്പോൾ നമുക്കത് ഇപ്പോൾ ഉദാഹരണം നമുക്ക് സോറിയാസിനെ തന്നെ എടുക്കാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പകർച്ചവ്യാധി അല്ല. അത് നമ്മുടെ ബോഡിയിൽ പല രീതിയിലുണ്ടാകുന്ന ടോക്സിൻസ് പറഞ്ഞാൽ വിഷാംശം കൊണ്ടുണ്ടാകുന്നതാണ്. അത് വന്നു കഴിഞ്ഞാൽ അത് വലിയ അസ്വസ്ഥതയാണ്, ശരീരത്തിന് വലിയ ക്ഷീണമായിരിക്കും. പിന്നെ നമുക്ക് ഈ സ്കെയിൽസ് ഉണ്ടാവും, അതായത് ഈ പൊരി പോലെ ഉണ്ടായിട്ട് ഇളവി ആ പേഷ്യൻറ്റിന് പിന്നെ ചൂടോ വെയിലോ ഒന്നും പറ്റാത്തൊരു സാഹചര്യം വരും. അത് ഒരു സിവിയർ കണ്ടീഷനാണ്, സ്കിൻ ഡിസീസ് കണ്ടീഷനാണ്. അപ്പോൾ അത് ഒരു ബ്യൂട്ടി കെയറിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ ചില ആൾക്ക് ഫാളിങ് ഓഫ് ഹെയർസ്, മുടി കൊഴിച്ചിൽ, അമിതമായിട്ടുള്ള കൊഴിച്ചിൽ. ചില ആൾക്ക് നമുക്ക് കാണാം ഈ എലി കറണ്ടിയതുപോലെ തലയിലിങ്ങനെ വട്ടം ആയിട്ട് മുടി കൊഴിഞ്ഞു പോവുക. അപ്പം ഇതിന് പല കാരണങ്ങളുമുണ്ട്. പിന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവാം, കാലാവസ്ഥയുടെ കൊണ്ടുണ്ടാവാം, ആഹാര രീതി കൊണ്ടുണ്ടാവാം. പിന്നെ ചില ആളുകൾ തന്നെ അമിതമായിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിക്കും. ഈ ഇൻജൂറിയസ് ആയിട്ടുള്ള ഷാമ്പൂ, അതുപോലെ വലിയ സ്ട്രോങ് ആയിട്ടുള്ള പിന്നെ ഈ സോപ്പുകൾ, ഇതൊക്കെ അമിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലും ആ സ്കിന്നിൻ്റെ ഇത് പോരും. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനമായിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു ട്രീറ്റ്മെൻറ്റോടെ ഞാൻ പറഞ്ഞുതരാം. അതായത് വൈറ്റമിൻ ഇ നമുക്ക് വളരെ പ്രാധാന്യമാണ്. അപ്പോൾ വൈറ്റമിൻ ഇ ഇതുപോലുള്ള പേഷ്യൻ്റ് ഒരു ഡോക്ടറെ അഡ്വൈസ് അനുസരിച്ചിട്ട് എല്ലാ ദിവസവും ചെറിയ ഡോസ് കഴിക്കുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ എ, ന്യൂട്രീഷൻ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സാധിക്കും. അതേസമയം ഈ സോറിയാസിസ് പോലുള്ളത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കേസാണ്. അതിന് നമുക്കകത്ത് മെഡിസിൻസ് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ലേസർ തെറാപ്പി വളരെ എഫക്റ്റീവാണ്. അതുപോലെ അക്യുപഞ്ചർ തെറാപ്പി വളരെ എഫക്റ്റീവാണ്. അതുപോലെ പല നമുക്ക് പിന്നെ കോമ്പിനേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമുക്കത് പാർഷ്യലായിട്ടോ അല്ലെങ്കിൽ പരിപൂർണമായിട്ടോ മാറ്റാൻ സാധിക്കും. എൻ്റെ സെൻറ്ററിൽ തന്നെ സോറിയാസ് വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് ഇല്ലയെന്ന് പറഞ്ഞിട്ടുള്ള ആളുകളെയൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വന്ന് നല്ല സുഖമായി പോയിട്ടുണ്ട്. അതിനുമൊക്കെ ചെയ്യാവുന്ന ട്രീറ്റ്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് നല്ലതാണ്. പിന്നെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നല്ലതാണ്. ന്യൂട്രീഷൻ, ഇത് മിക്കവാറുമുള്ള ഡോക്ടേഴ്സിനൊക്കെ അറിയാമെങ്കിൽ തന്നെയും അവർ വലുതായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാറില്ല. താൽക്കാലികമായിട്ടൊരു സപ്രസീവ്, ഇതൊക്കെ അകത്ത് പോകാൻ തക്ക രീതിയിലുള്ള സ്ട്രോങ് ആൻറ്റിബയോട്ടിക്സോ അതുപോലൊക്കെയുള്ള ഉപയോഗിക്കും. അത് അശാസ്ത്രീയമാണ്. അത് ഡോക്ടേഴ്സിന് അറിയാമെങ്കിൽ തന്നെയും താൽക്കാലിക ഒരു പരിഹാരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഞാൻ ഡോക്ടേഴ്സിനെ കുറ്റം പറയാൻ പാടില്ല. അവരൊരു ആശ്വാസത്തിന് വേണ്ടി അവർ പഠിച്ചത് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു ഡിഫറൻറ്റ് സിസ്റ്റംസ് ഓഫ് മെഡിസിൻ പല വൈദ്യശാസ്ത്രത്തിലും പിന്നെ പ്രാവീണ്യമുള്ളത് വളരെ നല്ലതാണ്. അത് ഈ ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന് പറഞ്ഞാൽ തന്നെയും മാൻ ട്രീറ്റ് ആസ് എ ഹോൾ, മെൻ്റലി ആൻഡ് ഫിസിക്കലി, വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് നാച്ചുറൽ മെഡിസിൻസ്. അതാണ് അതിൻ്റെ ഹോളിസ്റ്റിക് മെഡിസിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.